നമ്മുടെ ഒ പിയിൽ പേഷ്യൻസ് വരുമ്പം എസ്പെഷ്യലി ഡേറ്റ് ആവാറായിരിക്കുന്ന പേഷ്യൻസ് വരുമ്പം ഏറ്റവും കൂടുതൽ ക്വസ്റ്റ്യൻ ചോദിക്കുന്നത് ഡോക്ടറെ എനിക്ക് നോർമൽ ഡെലിവറി ആവോ അതോ സിസേറിയൻ ആയിരിക്കുമോ? ഓരോ കേസും ഡിഫറെൻ്റ് ആണ്. സിസേറിയൻസ് എലക്റ്റീവ് ആണോ പ്ലാൻഡ് ആണോ എമർജൻസി ആയിട്ട് വേണ്ടി വരുമോ എന്ന് അറിയാൻ വേണ്ടിയുള്ള കാര്യങ്ങളാണ് ഞാൻ ഇനി പറയുന്നത്. ഫസ്റ്റ് ഓഫ് ഓൾ ബിഗ് ബേബി, അതായത് വാവയുടെ സൈസ് വലുതാണെങ്കിൽ നമ്മൾ മുൻകൂട്ടി തന്നെ സിസേറിയൻ തന്നെ വേണ്ടി വരുമെന്ന് പറയാറുണ്ട്. സെക്കൻഡ് തിങ്, പേഷ്യൻറ്റിൻ്റെ ഇടിപ്പെല്ലിൻ്റെ എല്ലിൻ്റെ സൈസ് കുറവാണെങ്കിൽ ഈ ബേബി താഴെ കൂടെ വരില്ല, വജൈനൽ ഡെലിവറി നടക്കില്ല എന്ന് നമ്മൾക്ക് ബോധ്യപ്പെട്ടു കഴിഞ്ഞാൽ നമ്മൾ ആദ്യം തന്നെ സിസേറിയൻ പറയാറുണ്ട്. അബ്നോർമൽ പൊസിഷൻ, കുഞ്ഞിൻ്റെ പൊസിഷൻ ഹെഡ് അല്ല താഴെ, തൊടയാണ് താഴെ, ഓർ കുഞ്ഞ് വിലങ്ങനെ കിടക്കുവാണ്, അതായത് ബ്രീച്ച് പ്രസൻറ്റേഷൻ, ട്രാൻസ്വേഴ്സ് ലൈ അങ്ങനെയൊക്കെ വന്നാലും നമ്മൾ സിസേറിയൻ തന്നെ മുൻകൂട്ടി പ്ലാൻ ചെയ്യുന്നതാണ്. പ്ലസൻറ്റ പ്രീവിയ, അതായത് മറുമുള്ള എന്ന് പറയുന്നത് പ്ലസൻറ്റ പേഷ്യൻറ്റിൻ്റെ യൂട്രസിൻ്റെ താഴെ വായുടെ അറ്റത്ത് വന്ന് കവർ ചെയ്തിരിക്കുന്ന ഒരു കേസിലും നമ്മൾ സിസേറിയൻ ആയിരിക്കും പ്ലാൻ ചെയ്യുന്നത്. മൾട്ടിപ്പിൾ പ്രഗ്നൻസീസ്, ട്വിൻസ് ഓർ ട്രിപ്ലെറ്റ്സ് സിസേറിയന് തന്നെ പോകും. ട്വിൻസിന് എല്ലാ കേസുകളിലും സിസേറിയൻ ചെയ്യേണ്ട ആവശ്യമില്ല. കുഞ്ഞിൻ്റെ ഫസ്റ്റ് ബേബിയുടെ ഹെഡ് താഴെയാണെങ്കിൽ നോർമൽ ഡെലിവറി നമുക്ക് ട്രൈ ചെയ്യാവുന്നതാണ്. മെഡിക്കൽ കണ്ടീഷൻസ് ലൈക്ക് പേഷ്യൻസിന് സിവിയർ ആയിട്ടുള്ള ഹൈ BP ഓർ അൺകൺട്രോൾഡ് ഡയബറ്റീസ് അങ്ങനെയൊക്കെ വരുന്ന കേസുകളിലും നമ്മൾ സിസേറിയൻ ആണ് പ്ലാൻ ചെയ്യുന്നത്. അതുപോലെ തന്നെ യൂട്രസിൻ്റെ താഴെയായിട്ട് എന്തെങ്കിലും മുഴകളോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ നമ്മൾ സിസേറിയൻ ആയിരിക്കും പ്രിഫർ ചെയ്യുന്നത്. പിന്നെ പ്രീവിയസ് സിസേറിയൻ ഓർ പ്രീവിയസ് മയോമെക്ടമി, അതായത് ഫസ്റ്റ് ഒരു സിസേറിയൻ കഴിഞ്ഞ ആൾക്ക് സെക്കൻഡ് ടൈം നോർമൽ ട്രൈ ചെയ്യാവുന്നതാണ്, പക്ഷേ അതിന് കുറച്ച് റിസ്ക് ഉണ്ട്. അതുകൊണ്ട് മിക്ക സ്ഥലത്തും നമ്മൾ സിസേറിയൻ ആയിരിക്കും പ്രിഫർ ചെയ്യുന്നത്. ഓർ പ്രീവിയസ് മയോമെക്ടമി, അതായത് മുമ്പ് ഫൈബ്രോയിഡിൻ്റെ ഓപ്പറേഷൻ ചെയ്ത് യൂട്രസിൻ്റെ ക്യാവിറ്റി ഓപ്പൺ ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മൾ സിസേറിയൻ തന്നെ ആയിരിക്കും പ്ലാൻ ചെയ്യുന്നത്. പിന്നെ വരുന്നത് എന്തെങ്കിലും ജെനൈറ്റൽ ഇൻഫെക്ഷൻസ്, അതായത് കൊണ്ടൈലോമ എന്ന് പറഞ്ഞതോ ജെനൈറ്റൽ ഹെർപ്പസ് ഓർ മദറിന് HIV പോസിറ്റീവ് ആണെങ്കിൽ നമ്മൾ സിസേറിയൻ ആയിരിക്കും പ്ലാൻ ചെയ്യുന്നത്. പിന്നെ ബേബിയുടെ കിടക്കുന്ന വെള്ളം ഒത്തിരി കുറവാണെങ്കിൽ, ഒലിഗോ അമിനോസ് എന്ന് പറയും, വെള്ളം കുറവാണെങ്കിലോ ബേബി സൈസ് ഒത്തിരി കുറവാണെങ്കിലോ നമ്മൾ സിസേറിയൻ ആയിരിക്കും പ്ലാൻ ചെയ്യുന്നത്. പിന്നെ ബേബിയുടെ എന്തെങ്കിലും മേജർ കൺജനീറ്റൽ പ്രോബ്ലംസ്, അതായത് ബേബിക്ക് എന്തെങ്കിലും ഇഷ്യൂസ് ഉണ്ട്, നോർമൽ ഡെലിവറി താങ്ങാൻ പറ്റില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ ആ ബേബീനെ സിസേറിയൻ ചെയ്തായിരിക്കും എടുക്കുന്നത്. ഇതൊക്കെയാണ് മെയിനായിട്ട് നമ്മൾ സിസേറിയൻ പ്ലാൻ ചെയ്ത് ചെയ്യുന്ന കേസ്.